ആലപ്പുഴ ജില്ലയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപക ക്രമക്കേടാണെന്ന ആരോപണവുമായി ബിജെപി ജില്ലാ പ്രസിഡന്റ് എം.വി. ഗോപകുമാർ. CPIM ഭരിക്കുന്ന പഞ്ചായത്തുകളിലാണ് കൂടുതൽ അഴിമതിയെന്നും ഗോപകുമാർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തായിരുന്നു എം.വി. ഗോപകുമാർ ആരോപണം ഉന്നയിച്ചത്. തൊഴിലുറപ്പ് മേഖലയിൽ നിങ്ങൾക്കറിയാം, കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായിട്ടും പണം നൽകുന്ന ഒരു മേഖലയാണ് തൊഴിലുറപ്പ്. ആ തൊഴിലുറപ്പ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലുറപ്പ് നടപ്പിലാക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ ആകെ വ്യാപകമായ ക്രമക്കേടാണ് തൊഴിലുറപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഓരോരോ സംഭവങ്ങളായി വെളിച്ചത്ത് വരികയാണ്. പക്ഷെ അതിൽ അന്വേഷണം നടത്താതെ സർക്കാർ വളരെ ബുദ്ധിപരമായി അതെല്ലാം തേച്ചു വായിച്ച് കളയുകയാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഭീമമായ നഷ്ടം, ഈ നാടിനുണ്ടാകുന്ന നഷ്ടത്തെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. ആ പണം എല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് തൊഴിലുറപ്പ് മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് അഴിമതിയില്ലാതെ സുതാര്യമായി തൊഴിലുറപ്പ് പദ്ധതികൾ നടപ്പിലാക്കണം എന്ന ആഗ്രഹത്തിൽ പല നിബന്ധനകളും കൊണ്ടുവരുമ്പോൾ അതിനെല്ലാം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് കേരള സർക്കാരും പഞ്ചായത്ത് ഭരണാധികാരികളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM ഭരിക്കുന്ന പഞ്ചായത്തിലാണ് വ്യാപകമായിട്ട് ഈ ക്രമക്കേട് നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരാണ് പദ്ധതിക്ക് ഫണ്ട് നൽകുന്നതെങ്കിലും രാഷ്ട്രീയ താൽപര്യമനുസരിച്ചാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നിയമനങ്ങൾ നടത്തുന്നതെന്നും ഗോപകുമാർ ആരോപിച്ചു. കുത്തിയതോട്, അരൂർ, പുറക്കാട്, മുതുകുളം, പുന്നപ്പറ വടക്ക് എന്നീ പഞ്ചായത്തുകളിലെയും കായംകുളം നഗരസഭയിലെയും വിഷയങ്ങളാണ് ഗോപകുമാർ പ്രധാനമായി ഉന്നയിച്ചത്. പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അരുൺ അനിരുദ്ധൻ, വിമൽ രവീന്ദ്രൻ, അരൂർ മണ്ഡലം പ്രസിഡന്റ് രൂപേഷ് N. പൈ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി നടത്തുന്ന സമ്മേളനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങളുടെ വേദിയായി മാറുകയാണ്. കോൺഗ്രസ് ചമ്പക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനത്തിൽ 10 രോഗികൾക്ക് ധനസഹായം കൈമാറി. അനുസ്മരണ സമ്മേളനവും ചികിത്സാ സഹായ വിതരണവും KPCC സെക്രട്ടറി കറ്റാനം ഷാജി ഉദ്ഘാടനം ചെയ്തു. അത്യപൂർവമായ ഒരു മനുഷ്യജന്മം, ഈശ്വരൻ അറിഞ്ഞു കൊടുത്ത ഒരു ജന്മത്തിന്റെ പുസ്തകവും നമ്മൾ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വന്നു പറഞ്ഞ വ്യക്തിയും കേട്ട അദ്ദേഹവും മാത്രം അറിയാവുന്ന കാര്യങ്ങൾ, മറ്റൊരാൾ അറിയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആ സ്വഭാവമായിട്ട് തന്നെയാണ് അദ്ദേഹം നമ്മുടെ ലോകത്തിൽ നടന്നത്. നമുക്കറിയാം, വിവാദമായ പല പ്രസ്താവനകളും പല വിഷയങ്ങളും വന്നപ്പോഴും പലതരത്തിലും അദ്ദേഹത്തെ വേട്ടചാടികളുടെ മുന്നിൽ സ്വയം രക്ഷപ്പെടുവാൻ വേണ്ടി ഒരു വാക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ വലിയ വിവാദത്തിൽ നിന്ന് ഒഴിവാകാവുന്ന സാഹചര്യം വന്നപ്പോഴും സഹായിച്ചവൻ പോലും തിരിഞ്ഞുകൂട്ടി സംസാരിച്ച സന്ദർഭം ഉണ്ടായപ്പോഴും സ്വകാര്യമായി പറഞ്ഞ കാര്യം പുറത്തു പറയാതെ അത് ഞാനും എൻ്റെ മനസ്സിലും മാത്രം ഇരുന്നാൽ മതി എന്ന് എടുത്ത തീരുമാനം പുതിയൊരു മനുഷ്യനായിട്ടുള്ള നമ്മൾ ഓരോരുത്തരെയും വളരെയധികം അത്ഭുതപ്പെടുന്നു. സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് സൈറിഷ് ജോർജ് അധ്യക്ഷനായിരുന്നു. ജെയിംസ് മേടയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. നേതാക്കളായ ഷാജി മുടന്താഞ്ചേരി, വർഗീസ് മാത്യു തുറവശ്ശേരി, വിൽസൺ ചാക്കോ പടൂർ, തങ്കച്ചൻ കൂലിപ്പുരയ്ക്കൽ, PG പ്രഭാകരൻ പൂക്കോത്തറ, ഉഷ സുഭാഷ്, മറിയാമ്മ ഫിലിപ്പ്, പ്രസന്നകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് നെടുമുടി നോർത്ത് സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം നടത്തി. പൂപ്പള്ളി ജംഗ്ഷനിൽ ചേർന്ന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി A.A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന് തന്നെ മാതൃകയായ ഒരു ഭരണാധികാരി, നമ്മുടെ രാജ്യത്തെ മുഖ്യമന്ത്രിമാരിൽ ആരെ എടുത്താലും ഉമ്മൻചാണ്ടി സാറിന്റെ സ്വഭാവ വൈശിഷ്ട്യമുള്ള ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നില്ല. ഭരണ നിപുണതയിൽ മാത്രമല്ല, ഭരണാധികാരിയായ താൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ മന്ത്രിയായിരിക്കുമ്പോൾ, ഒരു പൊതുപ്രവർത്തകനായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ പരിദേവനങ്ങളും ഹർജികളും പരാതികളുമായി വരുന്ന ആ ജനതയെ അവരുടെ പരിദേവനം വായിച്ചു നോക്കി അവരുടെ പരാതിയുടെ
കാമ്പറിഞ്ഞ് അതിന്റെ വസ്തുത എന്ത് എന്ന് മനസ്സിലാക്കി സാധാരണ ഭരണാധികാരികൾ പറയുന്നത് പോലെ വരട്ടെ, നോക്കാം, 2 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ വരൂ, അപ്പോഴത്തേക്ക് ഞാൻ പഠിച്ച കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ നോക്കട്ടെ എന്ന് പറഞ്ഞു മാറ്റിവെക്കുന്ന മുഖ്യമന്ത്രി ആയിരുന്നില്ല, പ്രതിപക്ഷ നേതാവായിരുന്നില്ല, അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നില്ല ഉമ്മൻചാണ്ടി. സമ്മേളനത്തിൽ കോൺഗ്രസ് സൗത്ത് മണ്ഡലം പ്രസിഡന്റ് NV ഹരിദാസ് അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറിമാരായ K ഗോപകുമാർ, JT റാംസെ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ റോബർട്ട് ജോൺസൺ, ലാലിച്ചൻ പള്ളിവാതിക്കൽ, PS തോമസ്, മിനി മന്മഥൻ നായർ, വർഗീസ് ജോസഫ് വലിയാക്കൽ, ഗൂഗിൾ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി കരുതൽ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റഹീം വെറ്റക്കാരൻ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് സംഘടനയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഏറെ ആദരണീയനായ ഉമ്മൻചാണ്ടി സാറിന്റെ 1ാം ചരമവാർഷിക ദിനവേളയിൽ അദ്ദേഹത്തിനോടുള്ള സ്മരണാർത്ഥം ആലപ്പുഴയിൽ കരുതൽ സാംസ്കാരിക കൂട്ടായ്മ എന്ന പേരിൽ ഒരു പുതിയ സംഘടനയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളുടെ ഭവന നിർമ്മാണം, വിദ്യാഭ്യാസ സാമൂഹിക ഉന്നമനം എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ പ്രാരംഭ പദ്ധതിയുടെ ആദ്യത്തെ തുടക്കം കുറിക്കുന്നത് ഭവനരഹിതരായ ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ പ്രയാസങ്ങൾ നേരിടുന്നവർക്ക് കരുതലാവുക എന്നത് സംഘടനയുടെ പ്രധാന ലക്ഷ്യമാണെന്ന് റഹീം പറഞ്ഞു. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് ഭവന നിർമ്മാണം, വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക ഉന്നമനം എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടാണ് സംഘടനയുടെ തുടക്കമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതാക്കളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിനായി ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബും. ആഗസ്റ്റ് 10 നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിലെ ചുണക്കുട്ടന്മാർ ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചി ചുണ്ടനിൽ പുന്നമട കായലിൽ പോരിനിറങ്ങും. ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ജൂലൈ 28 വൈകുന്നേരം 4 മീഡിയ വില്ലേജിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA നിർവഹിക്കും. ജൂലൈ 22, 23 തീയതികളിൽ കിടങ്ങറയിൽ മികച്ച തുഴച്ചിൽ താരങ്ങളെ കണ്ടെത്താൻ സെലക്ഷൻ ട്രയൽ നടത്തുമെന്ന് CBC രക്ഷാധികാരി ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 22 മുതൽ കിടങ്ങറ സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയോട് ചേർന്ന നമ്മുടെ ആറ്റില് തീവ്രമായ പരിശീലനം വലിയ ദിവാഞ്ചി വള്ളത്തിൽ നടത്തപ്പെടുകയാണ്. ഇത് വെറും ഒരു വള്ളംകളി എന്ന് മാത്രമല്ല, ചങ്ങനാശ്ശേരിക്ക് മതസൗഹാർദ്ദത്തിന്റെ അതുപോലെ തന്നെ സാംസ്കാരിക തനിമയുടെ അതുപോലെ തന്നെ മാനസിക ഉല്ലാസത്തിന്റെ അതുപോലെ ശാരീരികമായ ആരോഗ്യത്തിന്റെ ഒക്കെ ഒരു ഉണർത്തായിട്ടാണ് ഈ ഒരു സംരംഭത്തെ സ്വപ്നം കാണുക. വള്ളംകളിയോട് മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല ഈ കൂട്ടായ്മ. അതിന്റെ അപ്പുറം പല കാര്യങ്ങളും ചങ്ങനാശ്ശേരി താലൂക്ക് ബേസ് ചെയ്ത് ചിന്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള വലിയ വെല്ലുവിളി. റേഡിയോ മീഡിയ വില്ലേജ് നേതൃത്വം നൽകുന്ന ബോട്ട് ക്ലബ് ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചി ചുണ്ടനിലാണ് നെഹ്റു ട്രോഫിക്ക് വേണ്ടി പോരിനിറങ്ങുന്നത്. സണ്ണി തോമസ് ഇടിമണ്ണിക്കലാണ് ക്യാപ്റ്റൻ. നടക്കുന്ന ഈ സ്പോർട്സ് നമ്മൾ തീർച്ചയായിട്ടും അത് സംരക്ഷിക്കേണ്ട ഒരു ചുമതല ഈ പുന്നമടക്കാലിന് അടുത്ത് താമസിക്കുന്ന നമ്മുടെ ഒരു കടമയാണ് എന്നുള്ള കാര്യമാണ് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ലോകത്തില് ഇങ്ങനൊരു സ്പോർട്സ് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. 100 പേര് ഒരുമിച്ച് വ്യക്തിപരമായിട്ടുള്ള നേട്ടമല്ല, ആ ഒരു സ്പോർട്സില് നമ്മൾ കപ്പ് നേടിയാൽ നമ്മൾ ഈ 100 പേരും അതുപോലെ തന്നെ അതിന്റെ സംഘാടകരുടെ ഒരു അച്ചീവ്മെന്റ് ആണ്. ഒരു വ്യക്തിപരമായിട്ട് നമുക്കറിയാം, ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഏത് സ്പോർട്സിനും അവിടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടമുണ്ട്. പക്ഷെ ഇവിടെ വ്യത്യസ്തമായിട്ട് 100 പേർ ഒരുമിച്ചാണ് അതിന്റെ ആ കപ്പിന്റെ അംഗീകാരം, അതിന്റെ വിന്നറാകും 100 പേർ ഒരുമിച്ചാണ്. ബൈജപ്പൻ ലീഡിംഗ് ക്യാപ്റ്റനും എസ് സന്തോഷ്, സി രമേഷ് കുമാർ എന്നിവർ പരിശീലകരായും ക്ലബിനൊപ്പം ഉണ്ടാകും. സെലക്ഷൻ ട്രയലിനെ തുടർന്ന് പരിശീലന ക്യാമ്പ് ആരംഭിക്കും. ഔദ്യോഗിക ട്രയൽ ഉദ്ഘാടനം ആഗസ്റ്റ് 1 കിടങ്ങറയിൽ നടക്കും.
ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ് വഴി ലഭിക്കുന്ന മിച്ചം തുക കീമോതെറാപ്പി ചെയ്യുന്ന രോഗികൾക്ക് സഹായമായി നൽകുമെന്നും പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി പറഞ്ഞു. കിടങ്ങറ സെന്റ് ഗ്രിഗോറിയസ് പള്ളി വികാരി ഫാദർ ജോഷി പാറയ്ക്കൽ, എബി സെബാസ്റ്റ്യൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീം പരിശീലന ക്യാമ്പിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണെന്നും സംഘാടകർ അറിയിച്ചു. ക്ലബ് ഭാരവാഹികളായ ജേക്കബ് ജോബ് IPS, അഡ്വക്കേറ്റ് PS ശ്രീധരൻ, വിനു ജോബ്, HM യൂസഫ്, ടോമി C വാടയിൽ, മീഡിയ വില്ലേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോഷി പുതുപ്പറമ്പ്, ബർസാർ ഫാദർ ജിൻഡോ മുര്യങ്കരി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാർ അന്തരിച്ചു. പാൽപായസത്തിന്റെ ചരിത്രം താളുകളിൽ പകർത്തിയ എഴുത്തുകാരനായിരുന്നു ശിഷ്യഗണങ്ങൾ ഉൾപ്പെടെ ഏവർക്കും പ്രിയങ്കരനായ ഗോപകുമാർ സാർ. പഴയ ചെമ്പകശ്ശേരിയുടെ ചരിത്രമെഴുതിയ ഗ്രന്ഥകർത്താവാണ് 80-ാം വയസ്സിൽ വിട പറഞ്ഞ ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാർ. അമ്പലപ്പുഴ എന്ന ദേശത്തിന്റെയും അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെയും ചരിത്രം അറിയാവുന്ന ഡോക്ടർ ഈ ചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു നൽകാനായി പുസ്തക രൂപത്തിലാക്കിയിട്ടുണ്ട്. ചരിത്ര വിദ്യാർത്ഥികൾക്ക് എന്നും ഒരു അക്ഷയക്കനിയായിരുന്നു. ആലപ്പുഴ SD കോളേജ് മലയാള വിഭാഗം മുൻ മേധാവി കൂടിയായിരുന്ന ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാർ. എഴുത്തിനൊപ്പം വായനയും ലഹരിയാക്കിയ ഗോപകുമാർ സാർ ആനുകാലികങ്ങളിലടക്കം 100 കണക്കിന് ലേഖനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ആലപ്പുഴയുടെ പ്രശസ്തി ലോകത്തിന്റെ നെറുകയിലെത്തിച്ച നെഹ്റു ട്രോഫി വള്ളംകളി സൂനിയറിലും ഗോപകുമാർ സാറിന്റെ കയ്യൊപ്പ് പലതവണ പതിഞ്ഞിട്ടുണ്ട്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ 9ാം ദിവസം നടക്കുന്ന പ്രശസ്തമായ നാടകശാല സദ്യയ്ക്ക് മുൻപ് അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ ചരിത്രം ഉൾപ്പെടെ സരസമായി മനോഹരമായി വർഷങ്ങളായി അവതരിപ്പിച്ചിരുന്നത് ഗോപകുമാർ സാറായിരുന്നു. ശാരീരിക ബുദ്ധിമുട്ടായതിനാൽ കഴിഞ്ഞ ഏതാനും വർഷമായി നാടകശാല സദ്യയിലെ ഈ പ്രഭാഷണം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ മാർച്ച് 9-ന് അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ നടന്ന ചടങ്ങാണ് ഇദ്ദേഹം പങ്കെടുത്ത അവസാന പൊതുപരിപാടി. 10-ലേറെ കവിതാ സമാഹാരങ്ങളും 8-ലധികം ഗദ്യകൃതികളും പുറത്തിറക്കിയിട്ടുണ്ട്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം, വൺമണി പുരസ്കാരം, ജന്മാഷ്ടമി പുരസ്കാരം തുടങ്ങി സാഹിത്യത്തിനുള്ള ഒട്ടേറെ പുരസ്കാരങ്ങൾ ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാറിനെ തേടിയെത്തിയിട്ടുണ്ട്. കുവൈറ്റ് അംബാസിയ സൈഫ് പാർപ്പിട സമുച്ചയത്തിലുണ്ടായ അഗ്നിബാധയിൽ ദാരുണമായി അന്ത്യം സംഭവിച്ച തലവടി സ്വദേശികളുടെ മൃതദേഹങ്ങൾ തിങ്കളാഴ്ച രാവിലെ 8-ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേരും. വ്യാഴാഴ്ച രാവിലെയാണ് സംസ്കാര ചടങ്ങുകൾ. തലവടി ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിൽ നീരേറ്റുപുറം മുളയ്ക്കൽ വീട്ടിൽ മാത്യു വർഗീസ്, ഭാര്യ ലിനി, മക്കളായ ഐറിൻ, ഐസക് എന്നിവർക്കാണ് കുവൈറ്റിലെ തീപിടുത്തത്തിൽ ദാരുണമായി അന്ത്യം സംഭവിച്ചത്. ഇവരുടെ മൃതദേഹങ്ങൾ തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേരും. തുടർന്ന് ബന്ധുക്കൾ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി തിരുവല്ല മെഡിക്കൽ മിഷൻ മോർച്ചറിയിലേക്ക് മാറ്റും. കുവൈറ്റിലെ എയർപോർട്ടിലേക്ക് മൃതദേഹങ്ങൾ മാറ്റുന്നതിന് മുൻപായി ആശുപത്രിയിൽ പൊതുദർശനത്തിന് വയ്ക്കുകയും പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ ലൈവായി സംപ്രേഷണവും ചെയ്തിരുന്നു. തേജസ്സേറും കേരൂബുകൾ കൂടാരത്തിനകത്തുണ്ട്, ഷെക്കിനായും ഉണ്ടാവിടെ. കൂടാരത്തിനകത്തുണ്ട്, ഷെക്കിനായും ഉണ്ടാവിടെ. ബുധനാഴ്ച വൈകുന്നേരം പൊതുദർശനത്തിനും സംസ്കാര ശുശ്രൂഷകൾക്കുമായി മൃതദേഹങ്ങൾ നീരേറ്റുപുറത്ത് വസതിയിലേക്ക് കൊണ്ടുവരുന്നതും വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടിലെ സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ തലവടി പടിഞ്ഞാറേക്കര മാർത്തോമ പള്ളിയിൽ നടക്കുന്നതുമാണ്. ആലപ്പുഴയിൽ നടക്കുന്ന കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ AITUC സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം ചേർന്നു. റെയ്ബാൻ ഓഡിറ്റോറിയത്തിൽ സംഘടനാ വർക്കിംഗ് പ്രസിഡന്റ് KR മോഹൻദാസിന്റെ അധ്യക്ഷതയിലായിരുന്നു സമ്മേളനം. പ്രതിനിധി സമ്മേളനം AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അതാണ് അവരെയൊക്കെ സ്മരിക്കുമ്പോൾ ഓർക്കാനുള്ളത്. രാജൻ സാറ് ഇലക്ട്രിസിറ്റി ഫെഡറേഷൻ്റെ ഭാരവാഹിക്ക് അതുപോലെ തന്നെ AITUC ജനറൽ സെക്രട്ടറി ആയിരുന്നു കേരളത്തിൽ. സാറിൻ്റെ കൂടെ ഭാരവാഹിക്കുമായിരുന്നില്ലെങ്കിലും സീനിയർ കുറേ കാലം തൃശ്ശൂരിലെ MP ആയി അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് പഠിക്കാനുള്ളൊരു സഹോദരി രാജൻ. ഞാനതൊക്കെ ഇങ്ങനെ ഓർത്തുപോയതാണ്. ഇനി അങ്ങോട്ട് പോകുന്നില്ല, പറഞ്ഞാൽ എൻ്റെ സമയമൊക്കെ അതിന് പോകും. സഹോദരി CK ചന്ദ്രപ്പിനെ അതുപോലെ ഓർക്കണം. ഇലക്ട്രിസിറ്റി ഫെഡറേഷൻ്റെ അല്ലെങ്കിൽ AITUCയുടെ ഭാരവാഹിയൊന്നുമല്ലായിരുന്നു. പാർലമെൻറ്റിൽ അംഗമായിരുന്ന സന്ദർഭത്തിലെല്ലാം
15 വർഷത്തോളം പാർലമെൻറ്റിൽ അംഗമായിട്ടുള്ള സഖാവാണ് CK ചന്ദ്രപ്പൻ. അവിടെ ഏറ്റവും സമർത്ഥമായി പാർലമെൻറ്റിനകത്ത് തൊഴിലാളികളുടെ വിഷയങ്ങൾ നമ്മൾ പ്രതികരിക്കുന്ന വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹം നടത്തിയ വലിയ ഒരു ഇടപെടൽ CK ചന്ദ്രപ്പൻ്റെ. എം സുകുമാരപിള്ള ഫൗണ്ടേഷൻ മെമ്പർഷിപ്പ് ഭക്ഷ്യമന്ത്രി GR അനിൽ ഏറ്റുവാങ്ങി. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUC ജനറൽ സെക്രട്ടറി MG രാഹുൽ, KSEB ഓഫീസേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി MG അനന്തകൃഷ്ണൻ, ഓൾ കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ AITUC ജനറൽ സെക്രട്ടറി S ഹസൻ, MB ഗോപകുമാർ, S സിന്ധു, AM ഷിറാസ് തുടങ്ങിയവർ സംസാരിച്ചു. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടുന്നതിനായി ചങ്ങനാശ്ശേരിയിൽ കടകളിൽ റെയ്ഡ് ആരംഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ കടകളിലെ റെയ്ഡ് മാത്രം പോരെന്നും നഗരത്തെ തന്നെ ഡംപിംഗ് യാർഡാക്കുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്നും ആവശ്യമുയരുന്നുണ്ട്. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് പിടികൂടാനുള്ള സർക്കാരിന്റെ റെയ്ഡ് ചങ്ങനാശ്ശേരിയിൽ ആരംഭിച്ചു. കടകളിൽ മാത്രമല്ല, നഗരത്തിലെ റോഡുകളിലും പ്രധാന സ്ഥലങ്ങളിലും റെയ്ഡ് നടത്തണമെന്നാണ് നഗരത്തിലൂടെ കടന്നുപോകുന്നവർക്ക് തോന്നുക. പലയിടങ്ങളും മാലിന്യം പേർന്ന ഡംപിംഗ് യാർഡുകളായി മാറിക്കഴിഞ്ഞു. കടകളിൽ നിന്നും കണ്ടെത്തുന്ന നിരോധിത പ്ലാസ്റ്റിക്കുകൾക്ക് കടയുടമ പിഴ ഈടാക്കണമെങ്കിൽ നഗരത്തിൽ കുന്നുകൂടി കിടക്കുന്ന മാലിന്യത്തിന് ആരാകും ഉത്തരവാദി? പരസ്യമായും രഹസ്യമായും മാലിന്യം തള്ളുന്നവരെയും പിടികൂടേണ്ടതുണ്ട്. ഇവരെ പിടികൂടി കൃത്യമായി പിഴ ഈടാക്കാത്തതും മാലിന്യം നീക്കാതെ കൂമ്പാരമാകാൻ കാത്തിരിക്കുന്ന നഗരസഭയ്ക്കും ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്മാറാൻ കഴിയുകയില്ല. പെരുന്ന 2-ാം നമ്പർ ബസ് സ്റ്റാൻഡ് നഗരഹൃദയത്തിലെ മാലിന്യമലയാണ്. സമീപത്ത് തന്നെ ആരാധനാലയവും ദേശീയ പാർട്ടിയുടെ ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട്. മാലിന്യം മുഴുവൻ കോരി മാറ്റുമെന്ന പതിവ് പല്ലവി മാത്രമാണ് നഗരവാസികൾക്ക് കേൾക്കാൻ കഴിയുന്നത്. ബോട്ട് ജെട്ടിക്ക് സമീപം EMS റോഡിൽ ഫിഷ് മാർക്കറ്റിൽ കൊണ്ടുവരുന്ന തെർമോകോൾ കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വാഹനങ്ങളിലെത്തി ഇവിടെ തള്ളുന്നുണ്ട്. കന്നുകാലികൾ പ്ലാസ്റ്റിക് തിന്നുന്നതും ഇവിടെ സ്ഥിരം കാഴ്ചയാണ്. സെന്റ് ആൻഡ് സ്കൂളിന് പിന്നിലെ റോഡിലെ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ആനന്ദാശ്രമത്തിലേക്കും ചിത്തിപ്പുഴ സ്കൂളിലേക്കും ആശുപത്രിയിലേക്കും പോകുന്ന പ്രധാന റോഡ് ഡംപിംഗ് യാർഡായി മാറിക്കഴിഞ്ഞു. അറവ് മാലിന്യത്തിന്റെ ദുർഗന്ധം കാരണം ഇവിടെ വഴി നടക്കാൻ പോലും കഴിയില്ല. വട്ടപ്പള്ളി BSN റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം ബൈപ്പാസ് റോഡ്, പൂവക്കാട്ടുചിറ, ആവണിത്തോട് തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം തന്നെ മാലിന്യങ്ങൾ ശേഖരിക്കപ്പെടുന്ന പ്രധാന ഡംപിംഗ് യാർഡുകളായി മാറിക്കഴിഞ്ഞു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി അമ്പലപ്പുഴ ബ്ലോക്ക് തല ശില്പശാല നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാലയിൽ GP ശ്രീജിത്ത് പദ്ധതി വിശദീകരണം നടത്തി. സംസ്ഥാന ബ്ലോക്ക് തലങ്ങളിലെ നേട്ടങ്ങൾ, മാലിന്യമുക്ത നവകേരളം എന്നീ വിഷയങ്ങളിൽ കില കോർഡിനേറ്റർ RV ഇടവനയും ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ മുഹമ്മദ് കുഞ്ഞാശാനും ക്ലാസ് നയിച്ചു. മനോഭാവം ഇല്ലാത്തതുകൊണ്ടാണ് ഈ 50 ദിവസം കൊടുക്കാത്തത്. അവർ ചെയ്യുന്നത് മഹത്തായ സേവനമാണ് എന്ന ഒരു തോന്നൽ. നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ അവരെടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും മഹത്തായ ഒരു സേവനമാണ് എന്ന് തോന്നൽ, ആ മനോഭാവം ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് യൂസഫി കൊടുക്കാൻ പറ്റും പഠിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് കൂടാതെ എന്താണ് ചെയ്യാൻ പറ്റും? പൊതുസ്ഥലത്ത് ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിലൊക്കെ പൊതുസ്ഥലത്ത് ക്യാമറ വെച്ചിരുന്നു. നമ്മുടെ ടിവിയിലൊക്കെ ഒരു പരസ്യം എന്താണ്, ഒരു ബൈക്കിൽ ഒരു സ്കൂട്ടറിൽ പോകുന്നു, പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു പൊതുസ്ഥലത്ത് പോയി. ബ്ലോക്ക് തല പ്രവർത്തനങ്ങൾ BDO CH ഹമീദ് കുട്ടി ആശാൻ വിലയിരുത്തി. തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും പദ്ധതി അവതരണവും നടന്നു. രോഗികൾക്കും ഭവനരഹിതർക്കും സാന്ത്വനമായി കുട്ടനാട് ലയൺസ് ക്ലബ്. സാന്ത്വന സ്പർശം എന്ന പേരിലാണ് ജീവകാരുണ്യ പദ്ധതി. വൃക്ക, കരൾ, ക്യാൻസർ രോഗികൾക്കും ഭവനരഹിതർക്കും സാമ്പത്തികമായും സാമീപ്യം കൊണ്ടും സഹായം നൽകുന്നതാണ് സ്വാന്തന സ്പർശം പദ്ധതി. കുട്ടനാട് ലയൺസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മണല അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലയൺസ് ക്ലബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബിനോയ് M കോശി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിക്കും. അതിനിടയിൽ പഠിക്കേണ്ട ഒരു പാഠം മനുഷ്യനെ തിരിച്ചറിയുക എന്നുള്ളതാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ ലയൺസ് എന്താണ്, ഇതിന് സാധ്യതകളുണ്ടോ എന്നുള്ള ചോദ്യം എല്ലാ കാലത്തും പ്രസക്തമാണ്. അപ്പം ഈ ചോദ്യം നമ്മൾ പല കാര്യങ്ങളും പല സമയത്തും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ദ റിലവൻസ് ഓഫ് ലയൺസ് ഇൻ ദിസ് ഈറ, ദ മോഡേൺ ഈറ, ദ ഡിജിറ്റൽ ഏജ്, വേർ പീപ്പിൾ ക്യാൻ ബി കണക്റ്റഡ് ബൈ വെർച്വൽ മീൻസ്, എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ്. There are many ways to connect with people around the world. So why should we come together as a group and do some business
which is essentially for serving people. And what's the relevance? Is there any significance of clubs like Lions or Lions in the present? That's a question which we posed to the past international president Habananda. So he came for a talk in the GATT conclave. Then we posed this question to him. അന്നേരം അദ്ദേഹം പറഞ്ഞ മറുപടി ഇത് 2019 സംഭവിക്കുന്ന ചോദ്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതായിരുന്നു: മനുഷ്യരാശി എത്ര നാള് ഈ ഭൂമിയിലുണ്ടാവും? മനുഷ്യന് സഫറിങ്സ് എത്ര നാളും ഉണ്ടാവും? 2024-25 വർഷത്തെ കുട്ടനാട് ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഇതേ ചടങ്ങിൽ നടത്തി. അഗസ്റ്റിൻ ജോസഫ് മുടന്താഞ്ചേരിയാണ് പുതിയ പ്രസിഡന്റ്. MJ ശാന്തപ്പൻ മുളമൂട്ടിൽ സെക്രട്ടറിയായും ജോസഫ് മാത്യു തുറവശ്ശേരി ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. ബിജോ ജോസഫ് മാപ്പിളശ്ശേരിയാണ് ക്ലബ്ബ് അഡ്മിനിസ്ട്രേറ്റർ. സോൺ ചെയർമാൻ സുരേഷ് ബാബു, GLT കോർഡിനേറ്റർ വേണുഗോപാൽ, ജയകുമാർ, ഡോക്ടർ ലീന മേരി, ജേക്കബ് സാണ്ടർ മുളമൂട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട. ശനിയാഴ്ച രാത്രി 8 മണിയോടെയാണ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ കവാടത്തിന് മുൻവശം ബൈപ്പാസ് റോഡരികിൽ നിന്നും 12.5 കിലോ കഞ്ചാവുമായി ഷെറോൺ നജീബ് എന്നയാൾ എക്സൈസ് പിടിയിലായത്. ചങ്ങനാശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ TS പ്രമോദും സംഘവുമാണ് ഷെറോൺ നജീബിനെ കഞ്ചാവുമായി പിടികൂടിയത്. ആന്ധ്ര സ്വദേശികൾ കോട്ടയത്ത് എത്തിച്ച കഞ്ചാവ് ഇയാൾ ട്രെയിൻ മാർഗം ചങ്ങനാശ്ശേരിയിൽ കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് എക്സൈസ് പിടിയിലായത്. ചങ്ങനാശ്ശേരി വില്ലേജിൽ പെരുന്നക്കരയിൽ മംഗളാവുപറമ്പ് വീട്ടിൽ നജീബിന്റെ മകനാണ് ഷെറോൺ. എക്സൈസിലും പോലീസിലുമായി മേജർ കേസുകളടക്കം NDPS കേസുകൾ നിലവിലുള്ളതും ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരം കുറ്റവാളിയുമാണ് ഇയാൾ. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6750 രൂപ, പവന് 54,000 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.